തുടർന്നും വിനീത് വിജയൻ വിവാഹിതനായി എന്നൊരു രീതി വരെ നിങ്ങളിൽ എത്തിപ്പെടും. അല്ലാതെ പീഡിപ്പിച്ച് ഈ കഴിഞ്ഞ 13-ാം തീയതി പുറത്തിറങ്ങി. അപ്പോൾ ദൈവം സഹായിച്ച് മീശ ഞാൻ തന്നെ അങ്ങ് എടുത്തു. ഈ ഒരു 18-ാം തീയതിയാണ് മീശ എടുത്തതും. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു. എൻ്റെ പഴയ വീഡിയോ എടുത്തിട്ട് ഒരു സ്റ്റോറി ഇട്ട്, ബെൻസിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ആണ് ഇട്ടത്. അത് വെച്ച് തന്നെ ഭയങ്കരമായ രീതിയിൽ ട്രോളും മനോരമ ന്യൂസിൽ ഞാൻ പുറത്തിറങ്ങി. ഒരു കുറച്ച് ദിവസമായപ്പോൾ തന്നെ എനിക്ക് ജംഗ്ഷനിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എന്നെ ഓരോരുത്തർ മനസ്സിലാവുന്നില്ല ആർക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അവനാണോ, ഇത് ഇവനല്ലേ, ഇത് പീഡന വീരനല്ലേ എന്നുള്ള രീതിയിൽ പലരും എവിടെ ചെന്ന് ഒരു ചായ കുടിക്കാൻ പോയാൽ തന്നെ ആൾക്കാർ വന്ന് ചോദിക്കുന്നു. അപ്പോൾ സത്യം പറയണമല്ലോ. അപ്പം ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മീശ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു 2-3 ദിവസം ആവുന്നതേ ഉള്ളൂ. അതിനോടനുബന്ധിച്ചുള്ള ചിലപ്പോൾ ഒത്തുതീർപ്പെന്നല്ല, ചിലപ്പോൾ വിവാഹം, ചിലപ്പോൾ ഒത്തുതീർപ്പ്, എന്ത് രീതിയായാലും നിങ്ങൾ അതിനോട് മനസ്സിലാകും. അത്രേ പറയാനുള്ളൂ. ഈ മീശ പഠിച്ചത് വിഷമമുണ്ടോ? മീശ പഠിച്ചതിനോട് വിഷമമൊന്നുമില്ല. മീശ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഹരമാണ്. കാര്യം എൻ്റെ അച്ഛന് നല്ലപോലെ മീശയുണ്ട്, എൻ്റെ ചേട്ടനുണ്ട്. മീശക്കാരൻ അണ്ണൻ്റെ പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ്. ഒരു ചാനലിലാണ് വന്നിട്ടുള്ളത്. അതിൽ ആ അണ്ണൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: എനിക്ക് പഴയതുപോലെ റോഡിലിറങ്ങി നടക്കാനാവുന്നില്ല എന്നുള്ളതാണ്. അതായത് ചായ കുടിക്കാനോ അതല്ലെങ്കിൽ റോഡിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്നെ ആളുകളൊക്കെ ഇങ്ങനെ ഉറ്റു നോക്കുകയാണ് എന്നാണ് അണ്ണൻ പറയുന്നുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നു എന്നുള്ളതാണ് അണ്ണൻ പറയുന്നുള്ളത്. അതുകൂടാതെ അണ്ണൻ പറയുന്നത്, നിങ്ങൾ കേട്ടതുപോലെയുള്ള സംഭവങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഞാനൊരു നിരപരാധിയാണ്. അതല്ലാതെ നിങ്ങൾ കേട്ടതുപോലെ ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെണ്ണിന് വേണ്ടിയിട്ടോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടുമില്ല. ഇത്തരത്തിലുള്ള നുണ നിങ്ങൾ പ്രചരിപ്പിക്കരുത്. എന്നെ വെച്ചിട്ട് ചില ആളുകൾ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നാണ് അണ്ണൻ പറയുന്നുള്ളത്. അപ്പോൾ അണ്ണൻ പറഞ്ഞു വരുന്നത്, പോലീസ് പറയുന്നതും കോടതിയിൽ പോലീസ് സമർപ്പിച്ചിട്ടുള്ള അണ്ണൻ്റെ ചില ലീലാവിലാസ കഥകളൊക്കെ ഫേക്കാണ്, വ്യാജമാണ് എന്നുള്ളതാണ്. അതുകൂടാതെ അണ്ണൻ പറയുന്നത്, ഉടൻ തന്നെ ചിലപ്പോൾ ഒരു വിവാഹം നിങ്ങൾ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് അണ്ണൻ്റെ ഒരു വിവാഹം നിങ്ങൾ അടുത്ത് തന്നെ കാണും എന്നുള്ളതാണ് അണ്ണൻ പറയുന്നുള്ളത്. എന്നാൽ ഈ അണ്ണൻ പറഞ്ഞ ഈ കാര്യങ്ങളെക്കാളൊക്കെ ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ അണ്ണനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ പ്രാധാന്യം കൊടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അണ്ണൻ്റെ മീശയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണന് ചേരുന്നത് ആ മീശ തന്നെയാണ്. അണ്ണൻ മീശ വടിച്ചപ്പോൾ ആകെ വല്ലാത്തൊരു അവസ്ഥയിലായി എന്ന് വേണം എനിക്ക് പറയാൻ. കാരണം നമുക്ക് ചിലപ്പോൾ ആ മീശയിലുള്ളതുപോലെ അണ്ണനെ കണ്ടതുകൊണ്ടായിരിക്കാം. അല്ലാതെ ഞാൻ വേറൊന്നും അല്ല കേട്ടോ പറയുന്നത്. മീശ വടിച്ചപ്പോൾ അണ്ണനെ ആകെ മാറിപ്പോയി, ഒരു ചെറിയ പയ്യനെ പോലെ നമുക്ക് തോന്നുകയാണ്. എന്തായാലും അണ്ണൻ്റെ ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അണ്ണൻ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ താനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിൽ വരുന്നതും, അതുകൂടാതെ തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നും, നിലവിൽ ജാമ്യ ഉപാധികൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ഉപാധികൾക്കകത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിലവിലൊന്നും താൻ പറയില്ല എന്നും, ഇതൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കല്യാണം പോലെയുള്ള പരിപാടിയോ അതല്ല എങ്കിൽ മറ്റു ചില കാര്യങ്ങളിലൂടെയോ എന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് അണ്ണൻ പറയുന്നുള്ളത്. അതുകൂടാതെ അണ്ണൻ പറയുന്നത്, എനിക്ക് പഴയതുപോലെ നിലനിൽക്കണം എന്നുള്ളതാണ്. പഴയതുപോലെ എന്തായാലും അണ്ണൻ വരേണ്ട, ആ പരിപാടി നടക്കൂല. മറിച്ച് വീഡിയോ ചെയ്തോ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചെയ്തു, പക്ഷെ ആ പഴയ സ്വഭാവം വെച്ച് വരേണ്ട എന്നാണ് പറയുന്നത്. ഫുൾ ക്ലീൻ ചീറ്റ് ആയിട്ടാണ് അണ്ണൻ ആ വീഡിയോയിലൂടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് പോലീസ് ഇതൊക്കെ തട്ടിക്കൂട്ടി ചെയ്ത ചില കാര്യങ്ങളാണ് എന്നുള്ളതാണ് അണ്ണൻ അതിൽ വാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൂടാതെ അണ്ണൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്നെ തള്ളിവിട്ടൊരു ചേട്ടനുണ്ട്, ആ ചേട്ടനെ കുറിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്നുള്ളത് ആവർത്തിച്ച് പറയാണ്. എന്തായാലും അണ്ണന് പറയാനുള്ളതൊക്കെ അണ്ണൻ പറ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ ഇപ്പോൾ മീശയൊക്കെ എടുത്തു വന്ന ആ വീഡിയോക്ക് താഴെ പൂരത്തെറിയാണ്. പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ചത്തെറിയും അണ്ണനെ ഊക്കി വിടുന്ന കമൻറ്റുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അണ്ണന് മീശ വടിച്ചിട്ട് പോലും രക്ഷയില്ല എന്നുള്ളതാണ് ഈ കാഴ്ചകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.